നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പരങ്ങാവ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ താഴെ ചുവക്കുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ്. അതായത് ഇവിടെ വരാൻ കാരണം വെച്ചാൽ നെസ്റ്റോ നമ്മുടെ താഴെ ചുവയിൽ വന്നിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് 500 ദിവസം പിന്നിടുകയാണ്. 500 ദിവസം ആയതിൻ്റെ പേരിൽ ആഘോഷമാണ് 2 ദിവസം, അതായത് ഡിസംബർ 14, 15 ശനി ഞായർ ദിവസങ്ങളായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര ഓഫറാണ്. അപ്പോൾ ഓഫറിൻ്റെ ഇത് പരമായിട്ട് ഒരുപാട് ആൾക്കാർ, അതായത് 24 മണിക്കൂർ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓഫർ എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. 2 ദിവസമാണ് 500 ദിവസത്തിൻ്റെ ആഘോഷമായിട്ട് 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഓഫറുകളുടെ മഹാമേളയാണ് നെസ്റ്റോ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 5 ഫാമിലിയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ 5 ഫാമിലി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. ഈ 5 ഫാമിലിക്കും നമ്മൾ നെസ്റ്റോയുടെ വകയായിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അതായത് ക്രിസ്മസ് ന്യൂ ഇയറിനെ വരവേൽക്കാനിരിക്കുന്ന ഈ വേളയിൽ, പ്രത്യേകിച്ച് നമ്മുടെ നെസ്റ്റോയുടെ 500 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ പരിചയപ്പെടുന്ന 5 ഫാമിലി, 500 ദിവസമായതുകൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുന്ന 5 ഫാമിലിക്ക് നമ്മുടെ നെസ്റ്റോ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടുന്ന ഭാഗ്യശാലിക്ക് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഉത്തരം പറയുന്നവർക്ക് നെസ്റ്റോയുടെ സമ്മാനമുണ്ട്, കൂടാതെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ സമ്മാനമുണ്ട്. പരിചയപ്പെടുന്ന ഫാമിലിക്ക് നമ്മുടെ നെസ്റ്റോ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ്, ഫ്രീ ഗിഫ്റ്റ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ഫാമിലി, നമുക്ക് ഫാമിലിയാണ് വേണ്ടേ. അപ്പോൾ നമ്മുടെ ആദ്യ ഫാമിലിയെ നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്. യെസ്, മേഡം പോയിക്കോളൂ. ഓക്കെ, യെസ്. എന്താ മേഡത്തിൻ്റെ പേരെന്താ? സാബിറ. എവിടെ സ്ഥലം? എവിടെ? നാറാത്ത് ടൗണിൽ തന്നെയാണോ അല്ലെങ്കിൽ ഏത് ഭാഗത്തെ? ടൗണിൽ തന്നെയാണ്. അപ്പം നാറാത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബസ് കയറണമെങ്കിൽ എത്ര ടൈം നടക്കണം? ഒരു സെക്കൻഡ്. അതായത് വീട്ടിൽ നിന്ന് വലതുകാലം വെച്ച് പുറത്തിറങ്ങുന്നത് മെയിൻ റോഡിലാണ്. ശരി. ഇപ്പം എങ്ങനെ വന്നിരിക്കുന്നത്? ബസ്സിനാണോ അല്ല വണ്ടി എടുത്തിട്ടാണോ വന്നിരിക്കുന്നത്? അല്ലല്ല, ബസ്സിന് വന്നത്. നിങ്ങൾ എത്ര പേര് വന്നു? സിസ്റ്ററൊക്കെ ഉണ്ട്. അവരൊക്കെ എവിടെ? സിസ്റ്ററൊക്കെ ഉണ്ട്. അവർക്ക് ഇവിടെ എവിടെയോ ഇങ്ങനെ അവിടെയുണ്ട്. അവരെ വിളിച്ചേ. എവിടെ? വാ അവർ വരുന്നുണ്ട്. അവരും കൂട്ടി ഒന്ന് വരട്ടെ. എന്തായാലും നമ്മൾ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നെസ്റ്റോയുടെ 500 ദിവസം ആയതുകൊണ്ട് ഒരു ഗിഫ്റ്റ് നമ്മൾ തരുന്നുണ്ട്. കൂടെ നമ്മൾ ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞാൽ വേറൊരു സമ്മാനം തരും. ഓക്കെ, മോളുടെ പേരാദ്യം പറ. ഹസ്ന. എത്ര ക്ലാസ് പഠിക്കുന്നത്? 6th. ഏതാ സ്കൂള്? GHS ചട്ടുകപ്പാറ. ഓക്കെ, മോൻ്റെ പേര്? രാമൻ അയ്യൂബ്. എത്ര ക്ലാസ്സിലെ? 2nd സ്റ്റാൻഡേർഡ്. ഏതാ സ്കൂളിൻ്റെ പേര്? അതെവിടെയാ? വീട്ടിനടുത്ത് തന്നെയാണ്. ഞാൻ സ്കൂൾ ബസ്സിനാണ് പോകുന്നതിൽ നടന്നിട്ടാണ് പോകുന്നതിൽ ഉമ്മ കൊണ്ടാക്കുമോ? ഉമ്മ ഉണ്ടാക്കും. അത് ശരി. മോൻ്റെ പേര്? അലു. എത്ര ക്ലാസ്സിൽ? 8th. ഏതാ സ്കൂള്? കമ്പനി സ്കൂളാണ്. ഒരാൾ കൂടി ഉണ്ടല്ലോ, അംഗൻവാടിയാണ്. വാ, ഇവർ കൂടെ വന്നാണല്ലേ, ഇങ്ങോട്ട് പോരെ. ഓക്കെ, അപ്പോൾ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞോ? വന്നിട്ടേ ഉള്ളൂ. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും നെസ്റ്റോയിൽ വന്നു. അപ്പം പർച്ചേസിങ് ചെയ്യാൻ കൂടെ ഒരു പുറത്തിറങ്ങിയതുകൊണ്ട് ഒരു പുറത്ത് നല്ല ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിൽ വന്നതാണ്. ശരി. അപ്പോൾ എന്ത് ഫുഡ് കഴിക്കാം മോള്? എന്താ ഫുഡ് കഴിക്കുക? എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി. മോന്? KFC. ഓക്കെ, മോനെന്ത് കഴിക്കുക? KFC ആണ്. മേഡം എന്ത് കഴിക്കും? KFC ആണ്. ഒരാൾ മാത്രം ചിക്കൻ ബിരിയാണി, ബാക്കിയെല്ലാം KFC ചിക്കൻ കഴിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ചെറിയൊരു ചോദ്യമാണ്. ഓക്കെ, ആ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ഫസ്റ്റ് ഒരു സമ്മാനം അങ്ങോട്ട് തരാൻ വേണ്ടി പോകുന്നു. നമ്മുടെ നെസ്റ്റോ കണ്ണൂരിൽ താഴെ ചുവയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 500 ദിവസം പിന്നിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 ദിവസം ബമ്പർ ഓഫറുമായിട്ട് ആഘോഷം നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പേരിൽ, നമ്മുടെ മുന്നിൽ എത്തി പരിചയപ്പെട്ടതിൻ്റെ പേരിൽ നെസ്റ്റോ നൽകുന്ന ക്രിസ്മസ് പുതുവത്സര 500 ദിവസം പൂർത്തിയാക്കിയതിൻ്റെ ഒരു സ്നേഹ സമ്മാനം ഈ ഫാമിലിക്ക്. പിടിച്ചോ. ഓക്കെ. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സമ്മാനമുണ്ട്. റെഡി? ചോദ്യമാണ്, നമ്മൾ പാല് കേടായി കഴിഞ്ഞാലാണ് തൈരാകുന്നത് അല്ലേ? അതുപോലെ നമ്മൾ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ബിരിയാണി, ഒരു ദിവസം ബിരിയാണി വെച്ച് തിങ്കളാഴ്ച വെച്ചു, ബുധനാഴ്ച ആകുമ്പോഴത്തെ ബിരിയാണി കേടായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല, ഉപേക്ഷിക്കും അല്ലേ? അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഭക്ഷണമായാലും വസ്ത്രമായാലും വാഹനമായാലും കേടുവന്നാൽ നമ്മളത് ഉപേക്ഷിക്കും അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? കഷ്ടപ്പാടിലൂടെ അല്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഫാമിലി നാറാത്താണ് താമസിക്കുന്നത്. ഇവരെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഒരു
കാലെടുത്ത് വെച്ചാൽ മെയിൻ റോഡാണ്. അപ്പോൾ അങ്ങനെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ജയ്സ് ബൈ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫാമിലി പരിചയപ്പെട്ടു. നാറാത്തുള്ള ഫാമിലിയാണ്. അവരുടെ ചോദ്യം ചോദിച്ചു ഉത്തരം കിട്ടിയില്ല. പക്ഷേ നമ്മുടെ നെസ്റ്റോയുടെ 500 ദിവസം പൂർത്തിയായതിൻ്റെ ഭാഗമായിട്ട് 5 ഫാമിലിയാണ്. അതിലൊരു ഫാമിലിക്ക് നമ്മൾ നെസ്റ്റോ നൽകുന്ന ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. നമ്മളിനി അടുത്ത ഫാമിലി തേടിയുള്ള പോക്കാണ്. ഞാൻ ഗിഫ്റ്റ് എൻ്റെ കയ്യിലെടുത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത ഫാമിലി, കാരണം നമ്മൾ പരിചയപ്പെടുന്ന ഫാമിലിക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഫാമിലിക്ക് ഒരു പഞ്ഞുമില്ല. റെഡി? നമസ്കാരം. എന്താ പേര്? ഫസീല. എവിടെ സ്ഥലം? അഴീക്കൽ. എവിടെ? അഴീക്കല്, വളവട്ടം, അഴീക്കൽ ഒരുപാട് സ്ഥലമുണ്ട്. അഴീക്കൽ ഏത്? ലൈറ്റ് ഹൗസിനകത്ത്. ഈ ലൈറ്റ് ഹൗസിൽ എപ്പോഴും ലൈറ്റ് ഉണ്ടാവുമോ? നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ ചില സമയത്ത് കട്ടാവും. ഈ ലൈറ്റ് ഹൗസിൽ എപ്പോഴാണ് ലൈറ്റ് ഉണ്ടാകുന്നത്? രാത്രി ലൈറ്റ് ഹൗസിൽ ആദ്യ ലൈറ്റ് തെളിയുന്നത് എത്ര മണിക്കാണ്? കറക്റ്റ് ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിയുന്നത് 6 മണിക്കാ? ആണോ? നോക്കാറുണ്ടോ? 6 മണിക്കാ. എത്ര മണിക്ക് അണയ്ക്കും? രാവിലെ എത്ര മണിക്ക്? സൂര്യൻ എത്ര മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത്? 6:30 സൂര്യൻ ഉദിക്കുന്നത്. അതായത് ഡിസംബർ ആയതുകൊണ്ട് സൂര്യൻ 6:30 ഉദിക്കുന്നതെന്നാണ് എന്താ പേര് പറഞ്ഞത്? ഫസീല പറഞ്ഞിരിക്കുന്നത് 6:30 സൂര്യൻ ഉദിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ലൈറ്റ് ഹൗസിൽ തൊട്ടടുത്തായതുകൊണ്ട് ഒരുപാട് എന്തിനാണ് ഈ ലൈറ്റ് ഹൗസ് ഉപയോഗിക്കുന്നത്? കര മനസ്സിലാവാൻ. അങ്ങനെയല്ലേ? ആണോ? അതായത് മത്സ്യബന്ധനത്തിന് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് തിരിച്ച് കടലിൽ നിന്ന് കരക്കെത്താൻ വേണ്ടി നമ്മൾ പലപ്പോഴും ദിശ മാറിപ്പോവും. അതിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ വേറെ ആരെങ്കിലും നമ്മുടെ അരികിലേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി പേരെന്തായിരുന്നു? റാഹിബ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി. എവിടെയാണ് ഡിഗ്രിക്ക് പഠിച്ചത്? ഞാൻ മാണിയൂർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഓക്കെ. പേര് പറയൂ. മുഹമ്മദ് റോഷൻ. എത്രാം ക്ലാസ്സിൽ? 8ൽ. ഏതാ സ്കൂള്? അഴീക്കോട്. സൽമാൻ പാരിസ്, 10ാം ക്ലാസ്സിൽ, ഹൈസ്കൂൾ. ഇത്ര പേര് മാറി നിങ്ങൾ കൂടെ ഒന്നാണോ? ഇങ്ങോട്ട് വരൂ. പേര് പറയൂ. ഇർഫാൻ. എന്തായിരുന്നു? പഠിക്കാം. എറണാകുളം. എന്തിനാ പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ്. അത് ഇവിടെ ഇല്ലേ? അവിടെ പോയി പഠിക്കാം. ഇവിടെ ഉണ്ടോ? സംഭവം ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ പിന്നെ എന്തുകൊണ്ടാണ് എറണാകുളം പോയി പഠിക്കുന്നത്? സംഭവം പരിചയപ്പെടുന്നത് അല്ല. ഈ കോഴ്സ് കണ്ണൂരുണ്ടോ ഇല്ലയോ? കണ്ണൂരുണ്ട്. പിന്നെ എന്തിനാണ് എറണാകുളം പോയി പഠിക്കുന്നത്? അവിടെ നിന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട്. ഇവിടെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാമല്ലോ. നമ്മൾ വീട് വിട്ടിട്ട് പുറത്ത് പോയിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാകും ഗുണം എന്താ? ഗുണമായിട്ടൊന്നുമില്ല. കുറച്ച് മാറി പിന്നെ ഒരു മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ശരി. അപ്പോൾ ഏതായാലും ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമുണ്ട്. അതിന് മുൻപ് നിങ്ങളെ പരിചയപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ്. അതായത് നമ്മുടെ നെസ്റ്റോ 500 ദിവസം പൂർത്തിയാക്കിയാണ്. കണ്ണൂർ താഴെ ചോയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 500 ദിവസം പിന്നിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു സമ്മാനം. നെസ്റ്റോയുടെ 500ാം ദിവസത്തിൻ്റെയും ക്രിസ്മസിനെയും പുതുവത്സരത്തിനും വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വേളയിൽ നെസ്റ്റോ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം വാങ്ങിച്ചു. റെഡി? അപ്പോൾ ഇനി ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനത്തിനുള്ള ചോദ്യമാണ്. വളരെ ലളിതമായ കുറിച്ച് ചോദ്യമാണ്. പാല് കേടായി കഴിഞ്ഞാൽ നമ്മൾ തൈരായിട്ടും മോരായിട്ടും ഉപയോഗിക്കുന്നു അല്ലേ? നമ്മൾ ചില ദിവസം ഇന്ന് വെച്ച കറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചായിട്ട് നമുക്ക് നാളെ കൂടി ഉപയോഗിക്കാം. മാക്സിമം 2 ദിവസം ഉപയോഗിക്കാം. ചില ആൾക്കാർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ ഫുഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് കേട് വന്നാൽ നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല. ഈ ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കേട് വന്നാൽ നമ്മൾ ഉപയോഗിക്കുമോ? വാഹനം, സൈക്കിളായാലും കാറായാലും ബസ്സായാലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കേട് വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ ചെറിയ ചോദ്യമാണ്. അതായത് പല ആൾക്കാരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? ഗതികേട് അല്ല, ഇതെന്റെ ഗതികേട് എന്ന് പറയാം. ഗതികേടിലുള്ള പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? ഇപ്പൊ പുള്ളിക്കാരൻ എറണാകുളം പഠിക്കാൻ പോയതും ആ ഒരു കേടിലൂടെയാണ്. കൊടുകൈ. എന്താ പേര്? സൽമാൻ പാരിസ്. ഇതാരാ നിങ്ങളുടേത്? ഇക്കാക്കയാണ്. ഇക്കാക്ക എറണാകുളത്ത് പഠിക്കാൻ പോയത് വിവരക്കേട് ഉണ്ടെന്നാ പറഞ്ഞ പുള്ളിക്കാരൻ. എന്താ ചെയ്യുക? തെറ്റായ ഉത്തരവാണ്, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ് എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമാണ്. കൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഫാമിലിക്ക് നമ്മൾ നൽകുന്ന സമ്മാനം നെസ്റ്റോ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫാമിലീനെ പരിചയപ്പെടാം. അപ്പോൾ ഒരു 3-4 ആൾക്കാരൊക്കെ വേണ്ടേ? എന്തായാലും നമ്മുടെ ഉമ്മ പറഞ്ഞു ഇതാ ഇവനോടൊന്നും ചോദിക്കണം, ഇവനോട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഫാമിലി വേണം. നമ്മൾ 2 ആളെ വന്നിട്ടുള്ള എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അല്ലേ? ഉമ്മാൻ്റെ പേര്?
ഹൈറോനീസ. എവിടെ വീട്? എവിടെ? കുറുവക്ക്. കുറുവ അവിടത്തെ കുറുവ ടൗണിൽ തന്നെയാണ് അല്ലേ? ഇപ്പൊ ഈ കുറുവ ടീം എന്ന് പറഞ്ഞിപ്പോ ഒരുപാട് സംഭവമുണ്ട്, വാർത്തയിലൊക്കെ വരുന്നത്. അതായിട്ടുള്ള ടീമോ? ആ, കുറുവ സംഘം. അത് നമ്മുടെ ഈ കണ്ണൂരിലുള്ള കുറുവ സംഘമാണോ? അതെവിടെയാ? തമിഴ്നാട്ടിലാ. പല ആൾക്കാരും ചോദിച്ചു കുറുവ സംഘം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചോദിച്ചത് കണ്ണൂർ സിറ്റിക്ക് അടുത്തുള്ള കുറുവക്കുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണ്. അതല്ല, ഇത് തമിഴ്നാട്ടിലുള്ള കുറുവ സംഘം കേട്ടോ. അതുകൊണ്ട് നമ്മളെ കണ്ണൂർ കുറുവയായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലേ ഉമ്മ? മോൻ്റെ പേര്? ഫലാഹ്. ഫലാഹ്. എത്ര ക്ലാസ്സിലാ? 4th. ഏതാ സ്കൂള്? ST സെന്റ് ഫ്രാൻസിസ്. സാധനമൊക്കെ പർച്ചേസ് ചെയ്താ? ബില്ലടിക്കുന്ന എന്നെ കൂട്ടിക്കൊണ്ടാന്ന് ഇവർക്ക് എനിക്ക് എത്ര സമ്മാനം കിട്ടും. ബില്ലടിക്കാൻ വന്നതാണ്. ഭക്ഷണം കഴിച്ചാ? ഇല്ല. ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാ? ഇന്നെന്താക്കിയ ഉച്ചക്ക് കഴിക്കാൻ ഉണ്ടാക്കിയ വീട്ടിൽ? ചോറ് കറി. ചേനക്കറി. മത്സ്യമാംസം ഒന്നുമില്ലേ? ഇങ്ങോട്ട് വരുന്നോണ്ട് വാങ്ങിച്ചില്ല. ശരി. അപ്പൊ ഏതായാലും ഞാൻ ഉമ്മക്ക് ആദ്യം ഒരു സമ്മാനം കൊണ്ടാ. ഉമ്മക്ക് ആദ്യം ഒരു സമ്മാനം. അപ്പം ഉമ്മയുടെ പേരൊന്നുകൂടി പറഞ്ഞേ. ഹൈറുന്നീസ് ഉമ്മ. മോൻ്റെ പേര്? ഫലാഹ്. ഫലാഹ്. അപ്പോൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ എന്നാൽ രണ്ടുപേർക്കും നമ്മുടെ നെസ്റ്റോയുടെ 500 ദിവസം പൂർത്തിയാക്കുന്നതിൻ്റെ പേരിലുള്ള ഒരു സമ്മാനമാണ് ഈ സ്നേഹ സമ്മാനം. ഇതാ ഇരിക്കട്ടെ, മോനും കൂടി വാങ്ങിച്ചോ. അപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറയുകയാണെങ്കിൽ വേറൊരു സമ്മാനം കൊടുത്തരാം. ഓക്കെ. അതായത് ഈ നെസ്റ്റോയിൽ എപ്പോഴും വരാറുണ്ടോ? ആരാ പർച്ചേസ് ചെയ്യാൻ വരുന്നത്? എത്രയായിട്ട് വരും? ഇവിടെ തുടങ്ങിയ പോലും വരാറുണ്ടോ? അതെന്താ സംഭവം? അമ്മ എന്തെന്നറിയില്ല. എന്നാ ഇവന്റെ ഉമ്മ ഇറങ്ങൂല, എന്നാൽ എന്നോട് പറയൂ നിങ്ങ ഇറങ്ങ് എന്നെ അടങ്ങാറാക്കൂ. ഇവന്റെ ഉപ്പ അറിയണ്ടേ ആടെ ഭയങ്കര പൈസയെന്ന് അങ്ങനെ പോണ്ടാന്ന്. അപ്പൊ എനക്കും ഇവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയം പോകുന്നത് അറിയൂല. രണ്ടാമെന്ന് വെച്ചാൽ സാധനത്തിന് ഭയങ്കര ഓഫറും എല്ലാം കൂടി സന്തോഷാണ് ഇവിടെ വന്നത്. സമയം പോകുന്നത് തിരിയൂല. അതാണ്, നമ്മളെല്ലാവരും സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് നെസ്റ്റോയിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, സന്തോഷമായിട്ട് പോവാം. അതാണ്, സാധനങ്ങളുണ്ട്, ഓഫറുണ്ട്, ഒക്കെ അതാണ് സന്തോഷം. എല്ലാ സന്തോഷം. ഇവനിക്ക് എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ച ഇവിടെ വരണം. വന്നിരിക്കും. ബസ് പോയാല് 2 ബസ് തിരിഞ്ഞിട്ട് വരും. ആട് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ലെ, നമ്മള് കാര്യം നേടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വളഞ്ഞിട്ട് വന്നാലും കുഴപ്പമില്ല. അപ്പൊ ചെറിയ ചോദ്യം ചോദിക്കാം. നമ്മൾ പാല് കേടായി കഴിഞ്ഞാൽ തൈരായിട്ട് മോരായിട്ട് ഉപയോഗിക്കും അല്ലേ? പിന്നെ നമ്മൾ ഭക്ഷണങ്ങൾ ചിലപ്പം 1-2 ദിവസം ചൂടാക്കിയിട്ട് ഉപയോഗിക്കും. പക്ഷേ ഉപയോഗിക്കാൻ പറ്റാത്തത്രയും കേടുവന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്റെ ചോദ്യമാണ്, പലരും പലതും നേടുന്നത് ഏത് കേടിലൂടെയാണ്? പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? വടക്ക് തരത്തിലേക്കൂടിയല്ലേ? എന്തായാലും സന്തോഷം, കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ അടുത്ത ഫാമിലിയെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. പർച്ചേസ് ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മോൾട്ടി, എന്താ പേര്? അനിയൻ ബാവയുടെ പേരെന്താ? എന്താ മോളെന്താ ബാവനെന്താ വിളിക്കുന്നേ? ധനു എന്നാണ് വിളിക്കുന്നത്. ശരി. പേരെങ്ങനെയാ? വൈശാഖ്. എവിടെ സ്ഥലം? എവിടെ? ഞാൻ ഇരിട്ടിയിലെവിടെ? കീഴൂർ തെരുവാണോ? അല്ല, കീഴൂർ ടൗണിൽ തന്നെ. ടൗണിൽ തന്നെയാണ്. ഇപ്പം എന്താ ചെയ്യുന്നത് ജോലി? ഞാൻ കൺസ്ട്രക്ഷൻ കെമിക്കൽ കമ്പനിയിലാണ്. എവിടെ? കണ്ണൂരിൽ തന്നെ. എത്ര വർഷമായിട്ട്? ഞാൻ ഒരു വർഷം ആവുന്നു. ഓക്കെ. മാഡത്തിന്റെ പേര്? അശ്വതി. സ്വന്തം സ്ഥലം കീഴല്ലൂര്. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വാഴുന്ന UP സ്കൂളിൽ ടീച്ചറാണ്. ശരി, കീഴൂർ തന്നെ. അപ്പോൾ ടീച്ചറോടാണ് കളി, ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പോൾ നമ്മൾ നെസ്റ്റോറാണ് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നത്? അങ്ങനെയൊന്നുമില്ല, ഇന്ന് കണ്ണൂർ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതുവഴി വരുമ്പോൾ ഒന്ന് കയറി. ഒരുപാട് ആൾക്കാരെ കണ്ടങ്ങനെ കയറി. അങ്ങനെ കയറി. ഓഫറൊക്കെ ഉണ്ടോ? ഓഫർ ഉണ്ട്. വാങ്ങിച്ചു. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നമ്മൾ ഓഫർ ഉള്ളതുണ്ടെന്ന് വാങ്ങിക്കുന്നുണ്ടോ? സ്പെഷ്യലായിട്ട് ഇത്ര തന്നെ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. നോർമലാണ്, അമിതമായിട്ട് വാങ്ങി വെക്കുന്ന പരിപാടി ഇല്ല. ആവശ്യം നോക്കിയിട്ട് വാങ്ങലാണ്. ഓഫർ ഉണ്ട് വെച്ചിട്ട് അങ്ങനെ വാരിക്കൂട്ടി വാങ്ങുന്ന പരിപാടി ഇല്ല. ആവശ്യത്തിന് വാങ്ങാൻ. ആവശ്യത്തിന്. ശരി. അപ്പോൾ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് നെസ്റ്റോയുടെ 500 ദിവസം നമ്മുടെ താഴേച്ചോൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 500 ദിവസമായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 5 ഫാമിലി പരിചയപ്പെടുകയാണ്. 5 ഫാമിലിക്ക് നമ്മളൊന്നും പരിചയപ്പെട്ട ഉടനെ ഒരു സമ്മാനം കൊടുക്കും. കൂടെ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ കൂടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമുക്ക് മറ്റൊരു സമ്മാനം കൊടുക്കും. റെഡി? വളരെ ചെറിയ ചോദ്യമാണ്. റെഡി? നമ്മൾ ആദ്യം സമ്മാനം തരട്ടെ. കൊണ്ടാ നെസ്റ്റോ വിലക്കുറവിൻ്റെയും സെലക്ഷൻ്റെയും ഏറ്റവും വലിയ ഷോറൂം കണ്ണൂർ താഴേച്ചോയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 500 ദിവസമായതിൻ്റെ ഭാഗമായിട്ട് നെസ്റ്റോ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം പിടിച്ചോളൂ. യെസ്. താങ്ക് യു.
ഓക്കെ, ശരി. അപ്പോൾ ഒരു ചെറിയ ചോദ്യം, അതായത് പാല് കേടായി കഴിഞ്ഞാൽ എന്താവും? തൈരാവും, മോരാവും, നമ്മൾ ഉപയോഗിക്കും. മറ്റേതെങ്കിലും ഭക്ഷണം നമ്മൾ കേടായി കഴിഞ്ഞാൽ ഉപയോഗിക്കാറുണ്ട്? നമ്മൾ പറ്റുന്നത്ര നമ്മൾ ചൂടാക്കി ഉപയോഗിക്കും, പക്ഷെ കേടുവന്നാൽ നമ്മൾ ഉപയോഗിക്കാറില്ല. സത്യമാണല്ലോ. അത് ഭക്ഷണമായാലും വസ്ത്രമായാലും വീട്ടുപകരണമായാലും ഉപയോഗിക്കാൻ പറ്റാത്തത്രയും കേടുവന്നാൽ നമ്മൾ ഉപയോഗിക്കാറില്ല, ഉപേക്ഷിക്കും. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? ഇപ്പം നിങ്ങളുടെ ടീച്ചറായതും ആ കേടിലൂടെയാണ്. പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? കേടല്ലേ? നിങ്ങളിപ്പം ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ആ സ്ഥാനത്തെത്തിയത് ആ കേടിലൂടെയാണ്. നിങ്ങൾ ടീച്ചറായതും ആ കേടിലൂടെയാണ്. പറഞ്ഞോ. അനുഭവത്തിലൂടെയാ? അനുഭവത്തിലൂടെ അല്ല. സർട്ടിഫിക്കറ്റ്. എന്തായാലും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. കാണാം. താങ്ക് യു നൽകട്ടെ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ നെസ്റ്റോ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കണ്ണൂർ താഴേച്ചോയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 500 ദിവസം പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ യാത്രയിൽ തുടരുന്ന വേളയിലാണ് 2 ദിവസം, അതായത് ഡിസംബർ 14-15 ദിവസങ്ങളായിട്ട് കണ്ണൻ ചുംബിക്കുന്ന ഓഫറുകളുടെ ജൈത്ര്യ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ പർച്ചേസ് വന്നിട്ടുണ്ട്. അതിലൊരു ഫാമിലി. മേഡത്തിന്റെ പേര്? അമൃത. സ്വന്തം സ്ഥലം? അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ടുണ്ട്. ടൗണിൽ നിന്ന് ഒരു 900 മീറ്റർ അപ്പുറം. കറക്റ്റ്. അതെപ്പോൾ അളന്ന്? ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. 900 മീറ്റർ ഉണ്ട്. 1000 മീറ്റർ ആകുന്നില്ല. കുറച്ചുകൂടി ഇപ്പം നോട്ട കയറി 1000 മീറ്റർ. ഓക്കെ. ജോലി ഇപ്പം ചെയ്യുന്നുണ്ടോ? ഇല്ല. ആദ്യം എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു? ഇല്ല. ഹൗസ് വൈഫ്. പേര്? കണ്ണൻകുട്ടി. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ പഠിക്കുന്നത്? അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, MIT എന്ന പേര്, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട്. എത്ര ഇപ്പോൾ അവിടുത്തെ പഠനം തുടങ്ങി? ഫൈനൽ ഇയർ ആണ്. നമ്മൾ കേരളം വിട്ടിട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? കേരളം വിട്ടിച്ച് പഠിക്കാൻ പോയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ എഞ്ചിനീയറുടെ സേവനം എവിടെയാണ്? നമ്മുടെ നാട്ടിലാണോ, അല്ലെ ഇന്ത്യയിലാണോ, ഇന്ത്യക്ക് പുറത്താണോ, അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഡിപ്പെൻസ്. നമ്മൾ നോക്കിയിട്ട് ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന അവിടെ എന്തായാലും. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോൾ നല്ല ഫെസിലിറ്റീസ്, നല്ല ശമ്പളം, അതിൽ എവിടെയാണ് ബെറ്റർ ആയിട്ട് കിട്ടുന്നത് അവിടെ എന്തായാലും നോക്കും. അങ്ങനെ പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് പോകാനാണ് ലക്ഷ്യം. അത് ഒബ്വിയസ്ലി ആയിരിക്കും. തീർച്ചയായും അല്ലേ? എല്ലാവരും ആഗ്രഹം ഉണ്ടാവും. ശരി. നമ്മുടെ നെസ്റ്റോ ഇവിടെ തുടങ്ങിയിട്ട് 500 ദിവസം പൂർത്തിയാണ്. എന്താണ് പറയാനുള്ളത്? ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. പിന്നെ എല്ലാറ്റിനും ഓഫറുണ്ട്. എല്ലാവരും നമുക്ക് വിചാരിച്ചത്, നമ്മളിപ്പോൾ ഇവിടെ ഒരു 2000 കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മളെ അഞ്ചരക്കണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സാധനങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മന്തിലി ഒരു 2 പ്രാവശ്യം ഇവിടെ വരും. ഇവിടെ വരും. എങ്ങനെയുണ്ട്? എനിക്കിവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കിട്ടാനുള്ള എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല കമ്പനി ആയിട്ടുള്ള ഇതായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും ഇവിടെ അവൈലബിൾ ആണ്. അതാണ് പറഞ്ഞത്, 10,000-ൽ നെല്ലുണ്ടെങ്കിൽ എലി എവിടെ നിന്ന് വരുന്ന പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നോ? അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. നമുക്ക് എവിടെയാണോ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ഗുണങ്ങൾ, അതിൻ്റെ ഗുണം, അതായത് പൈസ കുറവ് മാത്രമല്ല, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ, അതൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ എത്ര അകലത്തും നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നുള്ളത്. അതാണ് നെസ്റ്റോയുടെ 500 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഇത്രയും ഒരു വലിയൊരു തിരക്ക്. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് തിരക്ക് കുറവാണ്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് പരമാവധി വരിക, പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. 500 ദിവസം ആയതുകൊണ്ട് ഒരു സമ്മാനം തരാൻ വേണ്ടി പോവാണ്. അതായത് നെസ്റ്റോയുടെ 500 ദിവസം ആയതുകൊണ്ട് നെസ്റ്റോ നൽകുന്ന ക്രിസ്മസ് പുതുവത്സര സ്നേഹ സമ്മാനം ഇവിടെ. ഓക്കെ. അപ്പോൾ ഇനിയൊരു കൂടെ ആരാ വന്നിരിക്കുന്നത്? ഹസ്ബൻഡ് ഉണ്ട്, മോളും ഉണ്ട്. അവിടെ പാർക്കിങ്ങിലുണ്ട്. നിങ്ങളെ വണ്ടി കണ്ടിട്ടുണ്ട്. ശരി. അപ്പോൾ ഒരു ചോദ്യമാണ്, അതിന് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട്, സ്പെഷ്യൽ സമ്മാനമുണ്ട്. ഇത് നെസ്റ്റോയുടെ വകയായിട്ടുള്ളൊരു സമ്മാനം, സ്പെഷ്യൽ സമ്മാനം. അതായത് പാല് കേട് വന്നാൽ നമ്മൾ മോരായിട്ടും തൈരായിട്ടും ഉപയോഗിക്കും. പക്ഷേ നമ്മളൊരു മീൻകറി കേട് വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ചിക്കൻ പൊരിച്ചത് കേടുവന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഭക്ഷണമായാലും വസ്ത്രമായാലും വാഹനമായാലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കേടുവന്നാൽ നമ്മളത് ഉപേക്ഷിക്കും. സത്യമാണ്. എൻ്റെ ചോദ്യമാണ്, പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? അപ്പം നിങ്ങളിപ്പം എഞ്ചിനീയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എഞ്ചിനീയർ വരെ എത്തിയിരിക്കുന്നത് ആ കേടിലൂടെയാണ്. അല്ലല്ല, അയ്യോ, ബുദ്ധിക്കേടല്ല. ഇപ്പോൾ നിങ്ങൾ അഞ്ചരക്കണ്ടിയിൽ നിന്ന് പർച്ചേസിന് ഇവിടെ വന്നില്ലേ? ആ വന്നത് ആ കേടിലൂടെയാണ്. അത്രയും സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളിവിടെ വന്നു. അതുപോലെ പുള്ളിക്കാരൻ എഞ്ചിനീയർ ആവാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കേടിലൂടെ പഠിച്ച് ഇങ്ങനെ വന്നതാണ്.
പിന്നെ ഒരുപാട് നമ്മളിപ്പോൾ നമ്മുടെ ലോക ചാമ്പ്യനായ നമ്മുടെ ചെസ് ചാമ്പ്യനായ വ്യക്തി തമിഴ്നാട്ടുകാരനാണ്. 17 വയസ്സ് വാർത്തയുള്ളൂ. ഏറ്റവും ചെറുപ്പക്കാരനായ പിന്നെ സംഭവമാണ് അല്ലേ? അപ്പം എൻ്റെ ചോദ്യമാണ്, അതായത് പലരും പലതും നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? വിവരക്കേട് അല്ല, വിവരക്കേടല്ല. ചേട്ടന് അറിയോ? എ ഗ്രേഡ് അല്ല, ഇത് ഏത് കേടിലൂടെ എന്നാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. കാണാം. ഓക്കെ, സുഖം. സോക്കേസ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ കണ്ണൂർ താഴെച്ചോലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിച്ചത്. അതായത് നെസ്റ്റോയുടെ 500 ദിവസം, താഴെച്ചോയിലെ നെസ്റ്റോ എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചിട്ട് 500 ദിവസം പൂർത്തീകരിച്ച ഒരു വേളയിലുള്ള 2 ദിവസം, അതായത് ഡിസംബർ 14, 15 ദിവസങ്ങളായിട്ട് ഫുൾ ടൈം ആയിട്ടുള്ള ഓഫറാണ്. അപ്പോൾ അതിൻ്റെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നു. അതിനിടയിൽ നമ്മൾ 5 ഫാമിലിയെ പരിചയപ്പെടുന്നു. 5 ഫാമിലിക്ക് നെസ്റ്റോ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. കൂടെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉത്തരം പറയുന്നതൊക്കെ സ്പെഷ്യൽ സമ്മാനം ഉണ്ടായിരുന്നു, നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം. പക്ഷേ അതിനാരും ഉത്തരം പറഞ്ഞില്ല. ചോദ്യമാണ്, പലരും പലത് നേടിയെടുക്കുന്നത് ഏത് കേടിലൂടെയാണ്? ഒരാൾ ഡോക്ടറായിട്ടുണ്ടെങ്കിലും ഒരാൾ എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നെസ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം ഇത്രയും ബിസിനസ് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു കേടിലൂടെയാണെങ്കിൽ ഏതാണ് ആ കേട്? ഉത്തരം മെനക്കേടാണ്. മെനക്കേടിലൂടെയാണ് നമ്മൾ പലരും നന്നായിട്ട് മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മാർക്ക് നേടാം. നമ്മൾ നന്നായിട്ട് മെനക്കെട്ട് അധ്വാനിച്ചാൽ നമുക്കതിൻ്റെ ഫലം കിട്ടും. ഏതൊരു ബിസിനസ് മേഖലയിൽ നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടി മാത്രം മെനക്കെട്ടാകുമ്പോൾ നമുക്കതിൽ വിജയം കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ പലരും നേടിയെടുക്കുന്ന കേട് മെനക്കേടാണ്. അപ്പം ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മെനക്കെടുന്നു, നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി സമയം മെനക്കെടുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാറ്റം പറ്റുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.